ചേട്ടാ, ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താതെ അഴിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് CPM നേതാവ് ജി സുധാകരൻ തുറന്നടിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ പരാജയം എന്ന് സൂചിപ്പിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് CPM-ന്റെ സമുന്നതനായ നേതാവും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമാണ് ജി സുധാകരൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു CPM-ന്റെ ഏറ്റവും മികച്ച പൊതുമരാമത്ത് മന്ത്രിമാരിൽ 2-3 പേരൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനം തന്നെ നമുക്ക് ആർക്ക് കൊടുക്കാൻ പറ്റും? ജി സുധാകരന് കൊടുക്കാൻ പറ്റും. എണ്ണം പറഞ്ഞ നേതാക്കന്മാരിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു നേതാവാണ് ജി സുധാകരൻ. നേരത്തെ അത് സംശയമില്ല. കാരണം അദ്ദേഹത്തിന്റെ പേരിൽ ഇതുവരെ ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏറ്റവും അഴിമതി നടത്താവുന്ന ഒരു വകുപ്പാണ് ഈ പറയുന്ന പൊതുമരാമത്ത് വകുപ്പ്. പക്ഷെ അദ്ദേഹം ഇരുന്ന സമയത്ത് യാതൊരുവിധ അഴിമതി ആരോപണങ്ങളും പൊതുമരാമത്ത് വകുപ്പിനെതിരായിക്കൊണ്ടോ അദ്ദേഹത്തിനെതിരായിക്കൊണ്ടോ വന്നില്ല. മാത്രമല്ല ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി തെറ്റായ കാര്യങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഒന്നാം പിണറായി സർക്കാർ ഈ പറയുന്നത് പോലെ കെ ശൈലജ ടീച്ചറും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനവും ജി സുധാകരന്റെ പ്രവർത്തനവും ഒക്കെ ഒന്നാം പിണറായി സർക്കാരിനെ ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് ഈ ഒന്നിനൊന്ന് മെച്ചമുള്ള മികച്ച മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ അദ്ദേഹം പറയുന്നത് രണ്ടാം പിണറായി ഗവൺമെന്റിലേക്ക് എത്തിയതിനു ശേഷം ആകെ മൊത്തം താളം തക്കിട്ടം മറിഞ്ഞ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. കമ്മ്യൂണിസമാണോ ഇനി ഇതല്ല വേറെ എന്തെങ്കിലും ഇസമാണോ ഇപ്പൊ കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ഉത്തരമില്ല. സമ്പൂർണമായി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹത്തെ മാത്രം നമ്മളിങ്ങനെ കാണുകയാണ്. മറ്റെല്ലാവരും ഇങ്ങനെ അതിന് ചുറ്റും നിൽക്കുന്ന ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പാർട്ടി പണ്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ സർക്കാർ, ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സർക്കാർ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് പാർട്ടി കൂടെയാണ്. ഇപ്പം മുഖ്യമന്ത്രി ഉണ്ടാവും, പക്ഷെ പാർട്ടി അതിൻ്റെ ഒരു കടിഞ്ഞാൺ കയ്യിൽ വെക്കും. ഒരിക്കലും സർക്കാർ വേറൊരു തരത്തിലേക്ക് പോവരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കടിഞ്ഞാൺ പാർട്ടി വെക്കുന്നത്. പക്ഷെ ഇപ്പം നിർഭാഗ്യവശാൽ പാർട്ടിയും ഒരാളാണ്, സർക്കാരും ഒരാളാണ്, പോളിറ്റ് ബ്യൂറോയും ഒരാളാണ്. പോളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി, അതായത് അഖിലേന്ത്യാ സെക്രട്ടറി തീരുമാനിക്കുന്നതും ഒരാളാണ് എന്നുള്ള അവസ്ഥയിലേക്കാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് CPM പോയിക്കൊണ്ടിരിക്കുന്നതാണ് യാഥാർത്ഥ്യം. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ പേരാണ്. ഈ പിണറായി വിജയന്റെ നിരന്തരമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പൊ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ വന്നു. ഇപ്പം MR അജിത് കുമാറിനെതിരായിക്കൊണ്ട് ഈ ശബരിമല വിഷയത്തിൽ ട്രാക്ടർ യാത്ര നടത്തി ഏറ്റവും അവസാനം വന്നൊരു വിവാദമാണ്. അതിൽ MR അജിത് കുമാറിന് ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന് മാത്രം ഒരു താക്കീത് കൊടുത്തുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാനുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് സർക്കാരാണ്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നില്ല, അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിച്ച് അതിൽ കൃത്യമായ നടപടി എടുക്കുന്നില്ല. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് സർക്കാർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്കെല്ലാം തന്നെ വിലക്കയറ്റമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തുള്ള ഒരു പ്രസംഗം ഇപ്പോൾ വിവാദമായിരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊന്നും ഉളുപ്പില്ലേ, നിങ്ങളൊക്കെ അന്നം കഴിക്കുന്നവരല്ലേ, ഇത്രയും വിലക്കയറ്റം ഉണ്ടായിട്ടും ഇതിനെതിരെ ഒരു അക്ഷരം ശബ്ദിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്ന പിണറായി വിജയനെ നമ്മൾ അന്ന് കണ്ടു. പക്ഷെ ഇന്ന് അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ വെളിച്ചെണ്ണയുടെ വില എത്രയാണ്? കേരളത്തിൽ ഈ പറയുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില എത്രയാണ്? ഈ കൺസ്യൂമർ ഫെഡിന്റെ ഏതെങ്കിലും ഒരു ഷോപ്പുകളിൽ സാധനമുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കുടുംബശ്രീയുടെ ഷോപ്പുകളുണ്ട്, മാവേലി സ്റ്റോറുകളുണ്ട്. ഇതിലൊന്നും തന്നെ ആവശ്യത്തിന് സാധനങ്ങളോ സബ്സിഡികളോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ തരത്തിൽ എല്ലാ കാര്യങ്ങളിലും സർക്കാർ സമ്പൂർണമായ പരാജയമാണ് എന്ന് വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ജി സുധാകരന്റെ ഈ വിമർശനം എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പൊ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിമർശനം ഇവിടെ ഉന്നയിച്ചത് എന്ന് എനിക്ക് മനസ്സിലായോ? അതായത് ഈ പത്തനംതിട്ടയിലെ ഷിജോ എന്ന് പറയുന്ന ആളുടെ ആത്മഹത്യയുണ്ട്. ഒരു സ്കൂൾ അധ്യാപികയുടെ ഭർത്താവ് നിരന്തരമായി തൻ്റെ ആവശ്യങ്ങൾക്ക്, അതായത് കുഞ്ഞിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയുള്ള പണം ലഭിക്കാതെ, അതായത് സ്വന്തം ഭാര്യയ്ക്ക് ശമ്പളം ലഭിച്ചിട്ട് 14 വർഷമാണ്. മനസ്സിലാക്കണം, ഒരു അധ്യാപികയ്ക്ക് ശമ്പളം ലഭിക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നത് 14 വർഷമാണ്. അത് ആരുടെ പ്രശ്നം കൊണ്ടാ? വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അലംഭാവം കൊണ്ട് മുടങ്ങിപ്പോയ ശമ്പളം. അത് ലഭിക്കാൻ വേണ്ടി വകുപ്പുകൾ തോറും അദ്ദേഹം കയറി ഇറങ്ങുന്നു. ചില ഉദ്യോഗസ്ഥരുടെ ഈഗോ പ്രോബ്ലം കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നില്ല, അത് കിട്ടുന്നില്ല. അത് എത്രമാത്രം ഒരാളെ ബുദ്ധിമുട്ടാക്കും. നമ്മൾക്കൊരു പണം കിട്ടാനുള്ള അർഹതയുണ്ട്, പക്ഷെ നമുക്കത് കിട്ടുന്നില്ല. എന്നിട്ട് നമ്മൾ സ്വന്തം കുഞ്ഞിൻ്റെ ഈ ജീവന് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള പണം എടുത്തതിൽ വലിയ ബുദ്ധിമുട്ടായി, വായ്പ വലിയ പ്രശ്നമായി, ജപ്തിയുടെ വക്കിൽ വരെ നമ്മൾ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ അതിൽ മനം നൊന്ത് ഒരാൾ
ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയ സമയത്ത് ആണ് ജി സുധാകരൻ പറയുന്നത് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ ഭരണകൂടം നിലയ്ക്ക് നിർത്തുന്നില്ല. കേരളത്തിലെ സർക്കാരിന്റെ പണി എന്താണ്? കേരളത്തിലെ സർക്കാർ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താനും ഇവരെ ജനങ്ങളുടെ സേവകരാണ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെ? ഭരണകൂടത്തിന്റെ പിന്നെ എന്താണ് ഈ പിടിയാളുകളല്ല, മറിച്ച് ജനങ്ങളുടെ സേവകരായിട്ടാണ് നമ്മൾ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും നമ്മൾ വെക്കുന്നത്. അതിൽ ഏറ്റവും നല്ല പേര് കേൾപ്പിക്കുന്ന ഒരേ ഒരു വകുപ്പ് എന്ന് പറയുന്നത് ഫയർഫോഴ്സ് മാത്രമാണ്. അവരെ കുറിച്ച് യാതൊരു പരാതിയും ആർക്കില്ല. അവരവരുടെ പണി കൃത്യമായി ചെയ്യുന്നുണ്ട്. ബാക്കി ഏത് വകുപ്പാണ് നല്ലത്? ആരോഗ്യ വകുപ്പ് എടുക്കൂ, വിദ്യാഭ്യാസ വകുപ്പ് എടുക്കൂ, ഈ പറയുന്ന ഏതെങ്കിലും ഒരു വകുപ്പിൽ എന്തെങ്കിലും തരത്തിൽ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ല. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ താളത്തിനൊത്ത് തുള്ളുന്ന സർക്കാരായി ഈ സർക്കാർ മാറിയിരിക്കുന്നു. പണ്ടൊക്കെ കെ കരുണാകരന്റെ ഒക്കെ ഭരണകാലത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു പിടി ഉണ്ടായിരുന്നു. സർക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ നടപ്പിലാക്കാനാണ് എന്ത് ഉണ്ടായിരുന്നത്, ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴതല്ല. മനസ്സിലായോ? ഈ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താണെന്നറിയോ? ഓരോ ഫയലിലും ഓരോ ജീവിതമാണ്. ഈ ചുവപ്പ് നാടയിൽ കുരുങ്ങുക എന്ന് കേട്ടിട്ടുണ്ടോ? ചുവപ്പ് നാടയിൽ കുരുങ്ങുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു അപേക്ഷയുമായി പോയാൽ അത് വർഷങ്ങളോളം ഈ ചുവപ്പ് നാടയിൽ കുരുങ്ങി അവിടെ കിടക്കും. അത് പാസ്സാക്കില്ല, ആ ഫയൽ നീങ്ങില്ല. അങ്ങനെ ഫയൽ നീങ്ങാതെ സ്വന്തം പണിയെടുക്കാതെ ഈ ഉദ്യോഗസ്ഥന്മാർ വന്ന് അവരവരുടെ കാര്യത്തിന് ഒപ്പിട്ട് മുങ്ങുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ ഒപ്പിട്ട് മുങ്ങുന്ന സമയത്താണ് ഇവർ പിന്നീട് എക്സ്ട്രാ പുറത്തുനിന്ന് ആളെ വിളിച്ച് പിന്നെ താൽക്കാലിക ശമ്പളത്തിന് വെച്ചിട്ട് ഇത് തീർക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഈ സർക്കാർ ഈ വകുപ്പിൽ നടക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുക. അതായത് നമ്മുടെ PSC യും UPSC ഒക്കെ വഴി അധികാരത്തിലിരുന്ന ഉദ്യോഗസ്ഥരാണ് ജനങ്ങളെ ഇങ്ങനെ കൊള്ളയടിച്ച് കൈക്കൂലി വാങ്ങി, കൈക്കൂലി ഇല്ലെങ്കിൽ ഇത് ചെയ്തു തരില്ല എന്ന് പറയുക. എന്നിട്ട് അവരവരുടെ ജോലി കൃത്യസമയത്ത് ചെയ്യാതെ അത് കെട്ടിക്കിടന്ന് അവിടേക്ക് വേറെ പുറത്തുനിന്ന് താൽക്കാലിക അടിസ്ഥാനത്തിൽ ആളുകളെ വെച്ച് ഫയൽ തീർക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ജി സുധാകരന്റെ വിമർശനം വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണം, ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഭരണകൂടത്തിന്റെ പരാജയമാണ്. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആര് ഉന്നമിടുന്നത്? ജി സുധാകരൻ ഉന്നമിടുന്നത്. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിന് കെൽപ്പില്ല. പിണറായി വിജയൻ ഈ പറയുന്ന തന്നെ പൊക്കി നടക്കുന്ന, തന്നെ ഏറ്റവും എന്താണ് ഈ എല്ലാ സമയത്തും ഇങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ സന്തോഷിപ്പിച്ച് പോവാന്ന് പറയല്ലോ, അങ്ങനെ പോകുന്ന ഒരു പറ്റം ഉപഗ്രഹങ്ങളോട് മാത്രമാണ് അദ്ദേഹത്തിന് കൂറുള്ളൂ. ബാക്കിയുള്ള ആരും ഈ എന്ത് നടന്നാലും ഒരു പ്രശ്നവുമില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹം പോകുന്നത്. ഈ താഴെ വരെയുള്ള ഉദ്യോഗസ്ഥരും അവരുടെ സംഘടനകളും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒന്നും തന്നെ നോക്കാനോ ആലോചിക്കാനോ ആർക്ക് സമയമില്ല? ഈ പറയുന്ന പിണറായി വിജയന് സമയമില്ല. ഇതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ ചേട്ടാ, ഈ സർക്കാരിന്റെ പ്രകടനം പോരാ എന്നും യുവനേതാക്കൾ വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ ഒരു വിമർശനമുണ്ട്. തീർച്ചയായിട്ടും അതും വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു വിമർശനം തന്നെയാണ്. കാരണം CPM-ന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, പാർട്ടിയും അതുപോലെ തന്നെ പാർട്ടിയിലെ യുവ നേതാക്കളും മന്ത്രിമാരും ഒരു പണിയും എടുക്കുന്നില്ല എന്നാണ് ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞത്. പാർട്ടിയിലെ ചില യുവ നേതാക്കൾ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത നേതാക്കളായി മാറിപ്പോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. സത്യത്തില് പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെ തരത്തിലുള്ള ഇപ്പം DYFI-യുടെ ഒക്കെ സംസ്ഥാന ഭാരവാഹി സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ വളരെ നല്ല നിലയ്ക്കുള്ള നേതാക്കന്മാരായിരുന്നു. എത്രയും അധികം നല്ല നേതാക്കന്മാർ ഉയർന്നു വന്നുള്ളിടത്ത് ഇപ്പം CPM-ന്റെ DYFI-യുടെ നേതാക്കന്മാരെ നമ്മൾ എടുത്തു പറഞ്ഞാൽ ആരെ എടുത്തു പറയാൻ പറ്റും? പൊതുജനങ്ങൾക്ക് അറിയുന്ന നേതാക്കന്മാർ ആരാണ്? ഇപ്പോഴും M സ്വരാജും A റഹീമും ഒക്കെയാണ് പേര് പറയുന്നത്. അല്ലാതെ ആരെയും അറിയില്ല. ഒരു ആർഷോയെ അറിയാം. ആർഷോ എന്ന് പറയുന്നത് നേരെ ഒരു നെഗറ്റീവ് ഇമേജ് ആണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ജെയ്ക്സി തോമസ് ഒരു പരിഹാസ ഇമേജ് ആണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു നല്ല നേതാവ് ആരുണ്ട് എന്ന് ചോദിച്ചാൽ ആരുമില്ല എന്നുള്ള അത് അവസ്ഥയിലേക്കല്ലേ പോകുന്നേ. പക്ഷെ കോൺഗ്രസിന്റെ അടുത്ത് പരിശോധിക്കൂ. കോൺഗ്രസിന്റെ യുവ നിര എന്ന് പറയുന്നത് എത്ര സ്ട്രോങ് ആണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ തന്നെ അഭിൻ വർക്കി, ഈ അതിനോട് തുടർന്ന് ഒരു രണ്ടാം നിര എപ്പോഴും സ്ട്രോങ് ആണ് അവർക്ക്. ആദ്യത്തെ നിര എന്ന് പറയുന്നത് ഷാഫി പറമ്പിലും ഈ പറയുന്ന VT ബൽറാമും പിന്നെ ആ സമയത്തുണ്ടായിരുന്ന അവരോടൊപ്പം PC വിഷ്ണു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സ്ട്രോങ് ആയിരുന്നെങ്കിൽ, രണ്ടാം നിര നേതാക്കൾ ഇവിടെ ആബിദ് ഹുസൈൻ ഉൾപ്പെടെയുള്ള വളരെയധികം ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും രണ്ടാം നിര നേതാക്കന്മാരും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോ ഒരു
പുതിയ ഒരു ചെറുപ്പക്കാരൻ, ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് പേര് കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല, തിരുവനന്തപുരത്ത് മരിച്ചുപോയ ഒരു നേതാവിന്റെ മകൻ കോൺഗ്രസിന്റെ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് പിന്നെ എന്താണ് CPM നേതാവിനെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു 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 കാര്യം, അതൊരു വലിയ എന്താണ് ഈ പറയുന്നത് പോലെ വളരെ വൈറലായിരുന്നു. അതുപോലെ പുതിയ നേതാക്കൾ ഉയർന്നു വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മാറുമ്പോൾ CPM അവസ്ഥ നേതാക്കന്മാരെ, നല്ല ക്വാളിറ്റിയുള്ള നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നതിൽ CPM പാടേ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ആരും ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന ജി സുധാകരൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹം മന്ത്രിമാരെ കുറിച്ച് പറഞ്ഞത്. മന്ത്രിമാർ എന്തിനെങ്കിലും കൊള്ളുന്നൊരു മന്ത്രിമാരുണ്ടോ ഈ മന്ത്രിസഭയിൽ? കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ രവീന്ദ്രനാഥ്, ശൈലജ ടീച്ചർ, അതുപോലെ ജി സുധാകരൻ തുടങ്ങി ഒരു പറ്റം നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. TM തോമസ് ഐസക്, ഇവർക്കൊക്കെ എതിരെ നമ്മൾ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ പോലും ഇവരൊക്കെ അവരവരുടെ വകുപ്പിൽ കഴിവ് തെളിയിച്ച ആളുകളാ. പക്ഷെ ഇപ്പോഴത്തെ മന്ത്രിമാരെടുത്ത് പരിശോധിക്കൂ. ഇപ്പോഴത്തെ മന്ത്രിമാരെന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മൂട് താങ്ങുന്ന ആളുകളെ മാത്രമാണ് മന്ത്രിമാരാക്കിയിരിക്കുന്നത്. മുഹമ്മദ് റിയാസിന് സ്ഥാനം കൊടുത്തു. അദ്ദേഹത്തിന് ഈ പറയുന്ന എന്താണ്, അദ്ദേഹം, ഞാൻ ഈ മരുമോനെന്നൊന്നും പറഞ്ഞ് ഞാൻ ആക്ഷേപിക്കുന്നില്ല, അങ്ങനത്തെ കാര്യത്തിൽ പോകണ്ട. അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എടുത്ത വകുപ്പ് പൊതുമരാമത്ത് വകുപ്പാ. ജി സുധാകരൻ കൈകാര്യം ചെയ്ത വകുപ്പാ. എങ്ങനെയാ ഇപ്പൊ ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ അവസ്ഥയുള്ളത്? ആളം തെറ്റി തകിടം പറഞ്ഞു കിടക്കുകയല്ലേ. ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മുഹമ്മദ് റിയാസ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, അതും ഇപ്പോൾ അവതാളത്തിലായി നിൽക്കുന്ന ഒരവസ്ഥ. ആരോഗ്യവകുപ്പിന്റെ സ്ഥിതി എന്താ? ആരോഗ്യവകുപ്പ്, വീണ ജോർജ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആരോഗ്യവകുപ്പിൽ ഒരു ആശുപത്രിയിലും മരുന്നില്ല. ഒരു ആശുപത്രിയിൽ, എല്ലാ ആശുപത്രിയിലും നടക്കുന്നത് അവിടെ പിരിവിട്ട് ഉപകരണമായി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മെഡിക്കൽ കോളേജുകളിലെല്ലാം രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ആളുകൾക്ക് ഓപ്പറേഷനോ മറ്റു കാര്യങ്ങൾക്കോ എന്ത് കിട്ടുന്നില്ല? ഡേറ്റ് കിട്ടുന്നില്ല. MRI സ്കാൻ ഉപകരണങ്ങൾക്ക് പോലും അത് കേടായി പോയിട്ട് നന്നാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞു. ഇനി വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം എടുത്താലോ? വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം എടുത്താൽ അതിലും വലിയ അപകടമാണ് നിൽക്കുന്നത്. കാരണം എല്ലാ തരത്തിലും ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴും ബുദ്ധിമുട്ടിലാണ്. എയ്ഡഡ് സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം തട്ടിപ്പാണ് നടക്കുന്നത്. PSC എഴുതി ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുമ്പോൾ മറുഭാഗത്തു കൂടി പണമുള്ളവന് വേണ്ടി മാത്രം സർക്കാർ ശമ്പളം കൊടുത്ത് പണമുള്ളവന് എന്ത് കൊടുക്കുകയാണ്? ഈ പറയുന്ന പോസ്റ്റ് കൊടുക്കുകയാണ്. സർക്കാർ ജോലിയാണ് കൊടുക്കുന്നത്. ഇത് ഏത് തരം നീതിയാണ്? ഇതിനെ ഹൈക്കോടതി ചോദ്യം ചെയ്തു. ഹൈക്കോടതിയിൽ ഈ പറയുന്ന ആർക്കെങ്കിലും എതിരെ, എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു അക്ഷരം ഈ പിണറായി സർക്കാർ പ്രതികരിച്ചിട്ടില്ല. വിലക്കയറ്റം, അതുപോലെ സർവത്ര മേഖലകളും അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും മുങ്ങിപ്പോയ ഗവൺമെന്റായി രണ്ടാമത്തെ പിണറായി സർക്കാർ മാറിപ്പോകുമ്പോൾ, അഹങ്കാരവും ധൂർത്തും സ്വജനപക്ഷപാതവും കൊണ്ട് പോകുമ്പോൾ ഈ പറയുന്ന ജി സുധാകരനെ പോലുള്ള നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവിന് അത് നോക്കിയിരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിമർശനം ഉണ്ടായത്. ഇത് CPM നേർക്കുള്ള വിമർശനമാണ്, അന്ധമായി ഇതിനെ ന്യായീകരിക്കുന്നവർക്കുള്ള വിമർശനമാണ്. ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ CPM ശക്തമായ തിരിച്ചടിയാണ് വരാൻ പോകുന്നത്.